ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ഡ്യൂ ഡയറീസ്. ഞങ്ങളിന്ന് രാവിലെ എഴുന്നേറ്റുന്ന സാറ്റർഡേ ആണ്. അപ്പം ഞങ്ങളിന്ന് എനിക്ക് മുടക്കുള്ള ദിവസമാണ്. അപ്പം ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഇതൊക്കെയുണ്ട്. ഞങ്ങൾ ക്ലീനൊക്കെ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഞങ്ങൾ കുറച്ച് ചെടിയുണ്ട്. അമ്മ വെച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ വെച്ചിട്ടുള്ളതല്ല. ഞങ്ങൾ അതൊക്കെ നമുക്ക് ഇന്ന് കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചാലോ, നമുക്കൊന്ന് വയ്ക്കാം. യാ ഗൈസ്, അമ്മ അതിന് കുത്തിയൊന്നും വെച്ചില്ല, അവള് വെറുതെ വെച്ച് അവള് പൊട്ടിച്ചു. ഇത് പൊട്ടിച്ചു. വൈപ്പ് ഓഫ് ചെയ്താലോ? ഇവിടെ ഇവിടെ ഇരിക്കാണ്ട്. അതും പൊട്ടി. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്ര ചെടിയുള്ളൂ, ഞങ്ങൾക്ക് അധികം ചെടിയൊന്നും ഇല്ല. പുറത്തും കുറച്ച് ചെടിയുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഒതുക്കി വെച്ചു. ആ ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് കയറ്റി വെച്ചു. ഇനി ഇപ്പുറത്തെ സൈഡ് ഒന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാന്ന് വിചാരിക്കുന്നത്. ഇതിൽ ഈ ഒരു ചെടി സംഭവം നല്ല ഭംഗിയുള്ള ചെടിയാണ്. പക്ഷേ എന്താ പറയുക, ഇതിങ്ങനെ ഈ ചട്ടിയിലല്ല വെക്കാൻ തോന്നുന്നു. ഈ ചെടിയുടെ പേരൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയണില്ല. ഇങ്ങനെ നീളം വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. ചട്ടിയിൽ വെക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വിചാരിക്കുന്നതിന് ആ ഒരു ഭാഗത്തേക്ക് അവിടെ വെച്ചിട്ട് ആ ബ്ലാക്ക് ചട്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ വെച്ച് ഈ വോളുമ്മയ്ക്ക് അതിനെ പടർത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാം. അല്ലേ, ഈ ചെടി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കളർ ചെയ്തതാണ്. അതൊരു മൺചട്ടിയായിരുന്നു. ഇതും പിന്നെ അതുപോലെ ഇതും ആ അറ്റത്തിരിക്കുന്ന ആ ബ്ലാക്ക് ചട്ടി ഭരണി ഉണ്ടായിരുന്നത് ഞങ്ങൾ ചുമ്മാ പെയിന്റ് അടിച്ചത്. വീട് കാണാൻ വരുന്ന പരിപാടി 2 അല്ല 3 അല്ല മുന്നേ കുത്തിയിട്ട് ആ വടി വെച്ചിട്ട് നേരത്തെ തന്നെ ഒരു ചെടി അങ്ങനെ. ഓക്കെ, അവിടെ വെച്ചാലോ? അവിടെ വടി കുത്തിയേക്കല്ലേ? സെറ്റായിട്ടിരിക്കുന്നുണ്ട്. വടി കിട്ടിയുണ്ട് ഗായ്സ്, വടി കിട്ടി. പക്ഷെ ഞങ്ങളുടെ ഒരു ശരിക്കും പറയാം, ഇവിടെ ഇങ്ങനെ മറ്റേ നെറ്റ് പോലത്തെ വല്ല സാധനം വെച്ചിട്ട് അതുമ്മ പടർത്തുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. അച്ഛൻ വന്നു ഗൈസ്. ഞങ്ങളിവിടെ ചെടിയൊക്കെ സെറ്റ് ചെയ്യാം. പറയോ അഭിപ്രായം പറയോ? അങ്ങനൊന്നും പറയരുത്. അതൊന്നും നടക്കില്ല. ഇതിന് വടി കുത്തി കൊടുത്തിട്ട് നമുക്കിവിടെ അത് നോക്കി കുത്ത്. ഇതിന്റെ പൊട്ടിച്ചു ഗൈസ്, പൊട്ടിച്ചു. ഒരല്ലേ അതിന്റെ ചെടി മൊത്തം പൊട്ടിച്ചില്ല ഞാൻ. ചെടിയാ ഇതിനെന്താ ചെയ്യാ? അങ്ങനെ തൽക്കാലം വെച്ചോ. സംസാരിക്കുമ്പോ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. ഓളൊന്നും സംസാരിക്കുന്നു. ഓക്കെ, ഇതിനെവിടെ വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലില്ലിനെ നമുക്ക് ലില്ലി അങ്ങനെ റെയിൻ ലില്ലിയോ അങ്ങനെ എന്തോ സംതിങ് ആണ്. ഇതൊക്കെ ഞാൻ കൊറോണ ടൈമില് എനിക്കൊരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഭ്രാന്ത് മാതിരി കുറെ മറ്റേ ഹാങ് ചെയ്യണ ചെടി എന്താ പറയാ? എനിക്കറിയില്ല. അയ്യോ എന്താണ്
മറന്നു. ആ എന്തോ ആ ചെടി. അപ്പൊ അതും ഇത് ഞാനപ്പോൾ വാങ്ങിച്ചു. ഇത് ഞാൻ വാങ്ങിച്ചാണ്. നല്ല ചെടിയാ. ഞാനതൊക്കെ റൂമിൽ വെച്ചിരുന്നതാണ്. അതൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ വെച്ചു. ഇനി ഈ ചെടി പിങ്കി മോൾ എന്നൊക്കെ ഞാൻ അതിന് പേരിട്ടുണ്ടായിരുന്നു. പിങ്ക് ഇലയാണ്, പക്ഷെ മുരടിച്ചു പോയി നോക്കാണ്ട് അതിന്. എന്നാലും അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എത്ര കൊല്ലായി? കൊറോണ ടൈമിൽ അത്യാവശ്യം കൊല്ലായില്ലോ. ഓ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കാണല്ലേ. വേറെ ചട്ടിയും ഓക്കെ സെറ്റ്. ഇറക്കി വെച്ചു. ഇതും ഞാൻ കൊറോണ ടൈമിൽ ഭയങ്കര ചട്ടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. ചട്ടി മാറ്റാനായില്ല. ചട്ടി മാറ്റാനായി. കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് മാറ്റും. അല്ല നമ്മൾ കുറച്ച് ചട്ടി വാങ്ങിച്ചു. അതല്ലേ ഇത് ഈ പച്ച. ഇനി ഉണ്ടോ? ഇനി ഇല്ലല്ലോ. ഇനി ഉണ്ടോ അമ്മ? ഇനി ചട്ടി ഉണ്ടമ്മ പുതിയത്? ഇത് കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതില് സെറ്റ് ആവും. അപ്പൊ ഇതിനാ ചേച്ചി മണ്ണൊക്കെ ഇടാൻ പോവാ? മണ്ണിടണ്ടേ? അല്ല മണ്ണിടണേ. കൈക്കോട്ടുണ്ടോ അവിടെ? കൈക്കോട്ടൊന്നും ഇല്ലാതിരിക്കും. അതവിടെ കൈക്കോട്ട് കണ്ടിട്ടില്ലേ? കൈക്കോട്ടും കണ്ടിട്ടില്ല ചേച്ചി ഇവിടെ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കൈക്കോട്ട്. ഞാൻ വന്നതിനെ ചേച്ചി കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല ചേച്ചി കൈക്കോട്ട് എടുക്കുന്നത്. ഓക്കെ ഇത് കട്ട് ചെയ്ത് വെക്കാം. കത്തിയോ സംതിങ് എന്തെങ്കിലുമൊക്കെ എടുക്കും. കത്തി ഇവിടെ എവിടെയോ കത്തി. ഫ്രൈഡ് റൈസിന്റെ മണ്ണുണ്ട് ഇതിന്. ശരിക്കും ഉണ്ട്. ഫ്രൈഡ് റൈസിൽ കൊത്തിരിഞ്ഞിടാം. ഫ്രൈഡ് റൈസിന്റെ മണം നമുക്ക് ഇതിനെ ഇങ്ങനെ വേർപ്പെടുത്താൻ പറ്റും. എന്തോ ഇവിടെ പൊട്ടി. ഞാൻ പറയുകയാണെങ്കിൽ അതിനെ വല്ലാണ്ട് ദ്രോഹിക്കാണ്ടിരിക്കുക ബെറ്റർ. കിട്ടി ഒരു പീസ് കിട്ടി. എനിക്ക് വേര് വരും തോന്നുന്നു. മുറിക്കാല്ലേ? ഇത് ഇവിടെ നിന്ന് മുറിക്കുക. ഗൈസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നോക്കിയോട്ടെ. പൈപ്പ് കൊണ്ട് ഒഴിച്ചാൽ മതിയായിരുന്നല്ലോ. നന്നായില്ലത്. ഓഫ് കോഴ്സ് ബേബേ. ഇതിപ്പോ എവിടേക്ക് വെക്കാൻ പോണം? ഇതിനിപ്പോ നീ തൊട്ടപ്പുറത്തേക്ക് നീക്കും. ആ അവിടെ വെച്ചോ. ഈ സൈഡിൽ ഇങ്ങനത്തെ ചെടി, ഈ സൈഡിൽ ഇങ്ങനത്തെ ചെടി. ഒരു ഓൾമോസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലില്ലീനുള്ള സൈഡിലേക്ക് ആക്കാം അല്ലേ? ഓരോ സൈഡിൽ ഓരോന്ന്. ഈ ലില്ലീനെ വന്നിട്ട് ആ കുഞ്ഞു ചെടീനെ മാറ്റണം. ഇതൊക്കെ കുറച്ച് മണ്ണിട്ടാൽ ആ ഇതിൽ പൂവുണ്ട്. മഴക്കാലത്ത് ഒരു വെള്ളപ്പൂവുണ്ട്. ഇനി ഇതിനെ പുറത്ത് വയ്ക്കാം. ഇങ്ങനത്തെ സെറ്റപ്പ്. ഇതും അവിടെ ഇതിനും അല്ല ഈ രണ്ട് സാധനത്തിന് അപ്പുറത്തേക്ക് ആക്കാം. ചെറുതെടുക്കില്ല. എന്നിട്ട് ഈ ചെറുത് രണ്ടെണ്ണത്തിനും ഇപ്പം നടുക്കില്ല. ഇതും ഓക്കെ എന്നിട്ട് ഓക്കെ ഇനി ഈ സാധനങ്ങൾ മാറ്റാം. ഈ സൈഡിലിരിക്കുന്ന ഐറ്റംസിനൊക്കെ നമുക്ക് വലുതിനെ കുറച്ച് ബാക്കിലേക്ക് ആക്കിയാൽ ചെറുതിനെ ഫ്രണ്ടിലേക്കുണ്ട്. ചട്ടി സൂക്ഷിച്ച് പിടിച്ചാൽ പൊട്ടിയുണ്ട്. ഇവിടെ തൊട്ടാൽ മൊത്തം എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ തട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് ഹായ് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ചു. നെക്സ്റ്റ് ഇനി ഞങ്ങൾക്ക് പോയിട്ട് കുളിക്കണം, ഫുഡ് കഴിക്കണം. ഉച്ചയായില്ലേ ഇപ്പോൾ? ഉച്ചയായി. അപ്പോൾ ഞങ്ങളിനി കുളിച്ച് ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് പുറത്ത് പോവാണ്ട്. ഞാൻ കുളിച്ചത് സത്യം പറഞ്ഞാൽ രാവിലെ കേട്ടോ. പിന്നെ എന്തായാലും വീണ്ടും കുളിക്കണം. സോപ്പും പതിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി വീണ്ടും കുളിച്ചിട്ട് പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.